എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കേസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരൊറ്റ വാട്സപ്പ് മെസ്സേജ് ലിങ്ക് ഏകദേശം 20 രൂപ കിട്ടും. ഒരൊറ്റ വാട്സപ്പ് മെസ്സേജിൽ വളരെയധികം സിമ്പിളാണ്. 1 മിനിറ്റ് പണി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ വാട്സപ്പിൽ നിന്ന് ക്യാഷ് കിട്ടും. ഓക്കെ, വാട്സപ്പിൽ നിന്ന് ജസ്റ്റ് ഒരൊറ്റ മെസ്സേജ്, ഒരു പണിയില്ല, ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് പണി മാത്രമേ വരുന്നുള്ളൂ. പേയ്മെൻറ്റ് പക്ക ഇൻസ്റ്റൻ്റ് ആണ്. ലൈവായിട്ട് വിഡ്രോ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, ഏൺ ചെയ്തിട്ട്. ഓക്കെ, ഏണിംഗ് എന്ന് പറയാൻ പറ്റാൻ ഒന്നുമില്ല. ഓക്കെ, ഒറ്റ ക്ലിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഏണിങ്സ് എന്ന് പറയാനായിട്ട് വരുന്നൊന്നും ഇല്ല. ഓക്കെ, സിമ്പിളായിട്ട് എല്ലാവർക്കും കിട്ടും. ഒരു വാട്സപ്പ് അക്കൗണ്ടിൽ നിന്ന് 20 രൂപ, 2 വാട്സപ്പ് അക്കൗണ്ടിൽ നിന്ന് 40 രൂപ, അങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾ UPIയിലേക്ക് പേടിഎം വാലറ്റിൽ വിഡ്രോ സാധിക്കുന്നതായിരിക്കും. ആരും മിസ്സാക്കണ്ട. ഫുൾ ലൈവായിട്ട് എങ്ങനെ ചെയ്യാനൊക്കെ ലൈവ് പ്രൂഫ് ചെയ്യാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് മാത്രം പോരാ, തൊട്ടപ്പുറം ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് ഓൾ ടച്ച് മാത്രമാണ് ഇതിൻ്റെ അടുത്ത് ഇടുന്ന വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ലൈക്ക് അടിക്കുക, ലൈക്ക് അടിച്ച് മാത്രം ഈ വീഡിയോ റെക്കമെൻഡേഷൻ പോകുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് വാട്സപ്പിലൂടെ ഫ്രീ ആയിട്ട് ക്യാഷ് ചെയ്യുന്ന വാട്സപ്പ് കോൺടാക്റ്റ്. അപ്പോൾ ഈ കോൺടാക്റ്റിനെ കോൺടാക്ട് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ അതുപോലെ തന്നെ ഞാൻ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ലിങ്ക് പോലെ ആയിരിക്കും ആ നമ്പർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വാട്സപ്പിൻ്റെ ഈ ഒരു കോൺടാക്റ്റിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ടാവുക. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കാല് മെസ്സേജ് ആയിരിക്കും. ഇവിടെ നിങ്ങൾ ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ സെൻഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റീപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. റീപ്ലൈ വരുന്ന നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. ലാംഗ്വേജ് നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇംഗ്ലീഷ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ ഏജ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് 18 വയസ്സിന് മുകളിലാണെന്നുള്ള ജസ്റ്റ് ചോദിക്കുന്നുണ്ട്, ആണോ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് യെസ് കൊടുക്കുക. ഓക്കെ, അപ്പം ഇവിടെ യെസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും എൻ്റർ യുവർ പിൻ കോഡ്. അപ്പോൾ പിൻ കോഡ് എത്ര വെച്ചിട്ടുണ്ട് ഞാൻ ഈ കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ പിൻ കോഡ് ഒന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ കൊടുക്കേണ്ട വെച്ചിട്ടുണ്ട് നിങ്ങൾ 5 പിന്നെ ഒരു 3 0 പിന്നെ 3 0. അപ്പോൾ ഇതാണ് പിൻ കോഡ്. ഓക്കെ, അപ്പോൾ ഈ പിൻ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളിത് ആ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിൻ കോഡ് നമ്മൾ അയക്കുന്നതായിരിക്കും, ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം ലാസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂപ്പൺ കോഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൂപ്പൺ കോഡ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ കൂപ്പൺ കോഡ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഉണ്ടാക്കണം കൂപ്പൺ കോഡ്. ഓക്കെ, ഞാൻ തരുന്ന കൂപ്പൺ കോഡല്ല നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾ ഉണ്ടാക്കണം. ആ കൂപ്പൺ കോഡാണെങ്കിൽ കൊടുക്കേണ്ടത്. ഓക്കെ, അതെങ്ങനെ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സിമ്പിൾ പരിപാടിയാണ്. സിമ്പിളായിട്ട് കഴിയും. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ കൂപ്പൺ കോഡിൻ്റെ തുടക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ 67 കൂപ്പൺ കോഡിൻ്റെ തുടക്കം. ഓക്കെ, അതിൻ്റെ നടുവിൽ 2 ലെറ്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാം. പിന്നെ അടുത്ത 3 ആണ്. ഓക്കെ, ആ 3 ശേഷം നമുക്ക് 2 നമ്പേഴ്സ് ടൈപ്പ് ചെയ്യണം. അത് നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാം. നമുക്ക് ലെക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോഡ് വിന്നാവും, നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ഓക്കെ, ലെക്ക് ഉണ്ടെങ്കിലല്ല സംഭവം കിട്ടും. ഞാൻ പറഞ്ഞ കാണിച്ചത്. ഓക്കെ, അപ്പം ഇവിടെ ജസ്റ്റ് ഞാൻ എക്സ് കൊടുത്തിട്ടുണ്ട്. എക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ആടെ എന്ത് കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പം 67 2 ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഓക്കെ, 2 ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഞാനിപ്പം VD ടൈപ്പ് ചെയ്തു. ഓക്കെ, പിന്നെ 3 പിന്നെ ലാസ്റ്റ് 2 നമ്പേഴ്സ് ടൈപ്പ് ചെയ്യണം. ഓക്കെ, നമ്പേഴ്സ് എന്ന് പറയുമ്പം ഒരു 67 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഇഷ്ടം പോലെ ഒരു കൂപ്പൺ കോഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇത് വിൻ ആവില്ലേ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. എൻ്റെ ഫസ്റ്റ് കോഡ് തന്നെ ഫസ്റ്റ് കോഡ് എൻ്റെ വിന്നാണ്. അവിടെ കാണുന്നില്ല ഇത് കോഡ് യു ഹാവ് എൻ്റർഡ് ഈസ് കറക്റ്റ്. ഓക്കെ, ഞാനിപ്പോൾ കോഡ് എൻ്റർ ചെയ്ത കോഡ് കറക്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ഇതുപോലെ ജസ്റ്റ് ഞാൻ ഈ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ കോഡ് ഉപയോഗിക്കാം. ഓക്കെ, എൻ്റെ കോഡ് ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് 68 അല്ലെങ്കിൽ 69 അല്ലെങ്കിൽ 70 നിങ്ങൾക്ക് ഇഷ്ടം മാറ്റി വിടാം. ഓക്കെ, ഈ ലെറ്റേഴ്സ് വേണമെങ്കിൽ മാറ്റാൻ വിടുന്നത്. ലെറ്റേഴ്സ് വേണം ഞാൻ VS ആക്കി. ഓക്കെ, ഇഷ്ടമുള്ള എന്ത് ലെറ്റേഴ്സ് വേണം മാറ്റാം. ഈ 67 3 മാത്രം അനക്കാൻ പാടില്ല അവിടെ നിന്ന്. ഓക്കെ, അതിനൊരു ഫോർമാറ്റ് ഞാൻ ടെലഗ്രാം ചാനൽ പറഞ്ഞു തരുന്നതായിരിക്കും. സോ അപ്പോൾ മനസ്സിലായില്ല കൂപ്പൺ കോഡ് എങ്ങനെ ടൈപ്പ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, കൂപ്പൺ കോഡിൻ്റെ വിൻ ചെയ്യേണ്ട എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ടെലഗ്രാമിൽ ഒരു കൂപ്പൺ കോഡിൻ്റെ മോഡൽ ഇട്ടൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ കൂപ്പൺ കോഡിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും 67 2x 3 2x. ഓക്കെ, ഇപ്പോൾ ഈ എക്സിലുള്ളതെന്ന് പറയുമ്പം ആടെ എക്സ് അല്ല കൊടുക്കേണ്ടത്. ഇന്ന് ഇഷ്ടമുള്ള നമ്പറോ അല്ലെങ്കിൽ ലെറ്റേഴ്സോ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ 67 ഇല്ലേ, 67 ശേഷം 2 ലെറ്റേഴ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം 2 ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് C അല്ലെങ്കിൽ VC അല്ലെങ്കിൽ BD അല്ലെങ്കിൽ GK അങ്ങനെ ഇഷ്ടമുള്ള ഏത് 2 നമ്പേഴ്സ് കൊടുക്കുക. 2 ലെറ്റേഴ്സ് കൊടുക്കുക. ഓക്കെ, ശേഷം ഇവിടെ കാണാൻ സാധിക്കും 3 ശേഷം നമുക്ക് 2x ഉണ്ട്. ആ 2x നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ ജസ്റ്റ് 5 6 അല്ലെങ്കിൽ എന്താ പറയുക 90 ഇഷ്ടപ്പെട്ട ഏത് നമ്പറാണ് കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങളാണ് നിങ്ങൾ കൂപ്പൺ കോഡ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളൊരു മോഡൽ നിങ്ങൾ ഉണ്ടാക്കുക, നിങ്ങൾ സെൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ അത് ഇൻകറക്റ്റ് ആയിരിക്കും. നിങ്ങൾ ഒന്നുകൂടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും സംഭവം സെറ്റാവും. ഓക്കെ, ശേഷം നിങ്ങൾ ആ വിൻ ആയിക്കാണ്ട് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നതായിരിക്കും. 25 വയസ്സ് 50 വയസ്സ് 75 വയസ്സ് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ
75 വയസ്സും സെലക്ട് ചെയ്യുക. ഓക്കെ, 25 50 സെലക്ട് ചെയ്യാൻ പാടില്ല, ക്യാഷ് കിട്ടൂല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ 75 വയസ്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, 75 ഇയേഴ്സ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ കൊടുക്കുന്ന വെച്ചിട്ട് ട്രൂ ആണ്. അപ്പോൾ നിങ്ങൾ ട്രൂ കൊടുക്കുക, ഫോൾസ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഫോൾസ് കൊടുത്തിട്ട് നിങ്ങൾ ഔട്ടായി പോകും. ഓക്കെ, അടുത്ത ഇവിടെ കാണാൻ സാധിക്കുന്നത് വാട്ട് കളർ ഈസ്, അതൊരു ക്വസ്റ്റ്യൻ സംഭവമാണ്. അവിടെ നിങ്ങൾ ബ്ലൂ കൊടുക്കുക. ഓക്കെ, ഗോൾഡൻ റെഡ് ഒന്നും കൊടുക്കാൻ പാടില്ല, ബ്ലൂ മാത്രം കൊടുക്കുക. ഓക്കെ, ബ്ലൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കുന്നത് കൺഗ്രാജുലേഷൻ, യു ഹാവ് വോൺ 20 rupees ഫോർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ക്വിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ക്യാഷ് നമുക്ക് അയച്ചു തരാൻ വേണ്ടി ഇവിടെ ചോദിക്കുന്നുണ്ട്. UPI ആണോ വേണ്ടത് അല്ലെങ്കിൽ ബാങ്കിലേക്കാണോ ക്യാഷ് വേണ്ടത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണ്, UPI യിലേക്കാണ് UPI അല്ലെങ്കിൽ ബാങ്കിലേക്കാണ് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക. ഞാനിപ്പോൾ UPI കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റെ UPI യിലേക്കാണ് ക്യാഷ് വേണ്ടത്. അപ്പോൾ UPI കൊടുത്ത ശേഷം ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും പ്ലീസ് എൻ്റർ യുവർ ഫുൾ നെയിം. ആ കാർഡ് നിങ്ങൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നെയിം ടൈപ്പ് ചെയ്തു, സെൻഡ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അടുത്ത നമുക്ക് ഇതിൽ നമ്മളെ UPI ചോദിക്കും, പ്ലീസ് എൻ്റർ യുവർ UPI ID. അവിടെ നിങ്ങൾക്ക് ഏതിലാണ് ക്യാഷ് വേണ്ടത് ആ UPI ID കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് Paytm വാലറ്റിക്കാണ് ക്യാഷ് വേണ്ടത്, നിങ്ങൾ Paytm വാലറ്റ് UPI ട്രിക്ക് യൂസ് ചെയ്യുക, നിങ്ങൾ വിഡ്രോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ Paytm വാലറ്റിലേക്ക് ക്യാഷ് കയറും. ഓക്കെ, Paytm വാലറ്റ് UPI ട്രിക്ക് അറിയാലോ. ഓക്കെ, അറിയില്ലെങ്കിൽ സൈഡ് കാണിച്ചു തരാം, അതറിയായിരിക്കും. സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ Paytm നമ്പർ കൊടുക്കുക, ശേഷം .wallet@paytm എന്ന് സ്മോൾ ലെറ്ററിൽ അത് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റർ കൊടുക്കുകയാണെങ്കിൽ UPI റെഡി ആവും. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ശരിക്കുള്ള UPI ആണ് കൊടുക്കാണ്ട് പോകുന്നത്. UPI അയച്ചു കൊടുത്തു. ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും താങ്ക് യു ഫോർ ഷെയറിങ് യുവർ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ ചോദിക്കുന്നുണ്ട് നമ്മളെ UPI ഡീറ്റെയിൽസ് നമ്മളെ നെയിമൊക്കെ കറക്റ്റ് ആണോ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്കിൽ താഴെ കാണാൻ സാധിക്കും കൺഫേം പിന്നെ മോഡിഫൈ ഉണ്ട്. ഓക്കെ, മോഡിഫൈ ക്ലിക്ക് ചെയ്യണം. നമുക്കിൽ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് UPI IDയിലോ അല്ലെങ്കിൽ നെയിമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് നമുക്ക് ഇവിടുന്ന് ചേഞ്ച് സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഒന്നുമില്ല, നിങ്ങൾ കൊടുത്ത കറക്റ്റ് ആണ്, നിങ്ങൾ കൺഫേം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൺഫേം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും പ്ലീസ് അലോ മീ എ മൂവ്മെൻറ്റ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടും. ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ പേയ്മെൻറ്റ് സെൻഡ് ചെയ്യുന്നതാണ് ഓട്ടോമാറ്റിക്. നമുക്ക് അപ്പോൾ നോട്ടീസ് വരും. ഞാനിപ്പോൾ Paytm UPI ID ആണ് കൊടുത്തതുകൊണ്ട് എനിക്ക് Paytmലേക്ക് ഒരു നോട്ടീഷൻ വരും. ഓക്കെ, ഇപ്പം തന്നെ വരും. ഓക്കെ, 1 മിനിറ്റാണ് മാക്സിമം എടുക്കുകയുള്ളൂ. ഓക്കെ, ഒരു മെസ്സേജ് ഇങ്ങോട്ട് വരും, തിരിച്ചിങ്ങോട്ട് വരും. നമ്മളെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ഇവിടെ കാണാൻ സാധിക്കുക. കൺഗ്രാജുലേഷൻ, പേയ്മെൻറ്റ് ഓഫ് 20 rupees വിൽ ക്രെഡിറ്റഡ് യുവർ പേയ്മെൻറ്റ് മോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ Paytm വാലറ്റ് ചെക്ക് ചെയ്ത് നോക്കാം, ക്യാഷ് റിസീവ് ആക്കില്ലെന്ന് നോക്കാം. ടൈം 8:54 മെസ്സേജ് വന്നിട്ട് 8:55. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ കാണാൻ സാധിക്കുന്നത് റിസീവ്ഡ് 8:54 PM. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും 20 rupees എൻ്റെ ബാങ്കിലേക്കാണ് കിട്ടിയത്. അപ്പോൾ ഇത്രയും സംഭവമുള്ളൂ, വളരെ വളരെ എളുപ്പമാണ്. ഓരോ ഓരോ വാട്സപ്പ് നമ്പറും നിങ്ങൾക്ക് ഇങ്ങനെ കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ വിഡ്രോ ചെയ്യാം. ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇതിൽ നിങ്ങൾ FonePe യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് സെറ്റിംഗ്സ് പോയാൽ നമുക്ക് UPI ID ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് 1-2 UPI ID ഉണ്ടാക്കാൻ പറ്റും. ഒരു ബാങ്ക് അക്കൗണ്ടിൽ 1-2 UPI ID നമുക്ക് എക്സ്ട്രാ ഉണ്ടാക്കി വെക്കാൻ പറ്റും. എന്നിട്ട് ഓരോ വാട്സപ്പിൽ നിങ്ങൾ ഇതുപോലെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ വിഡ്രോൻ്റെ സെക്ഷനിലെത്തുമ്പോൾ നിങ്ങൾ എത്രയാണ് നിങ്ങൾ FonePe UPI ID ഉണ്ടാക്കിയത് ആ UPI IDയിലേക്ക് സെയിം UPI IDയിലേക്ക് വിഡ്രോ ചെയ്യുക. ഓക്കെ, സെയിം അല്ല, നിങ്ങൾ എത്ര UPI ID ഉണ്ടാക്കിയത് ഓരോ UPI IDയിലേക്ക് വിഡ്രോ ചെയ്യുക. അത് നിങ്ങളെ സെയിം ബാങ്കിലേക്ക് തന്നെ കയറും. ഓക്കെ, FonePeയിലാണ് ഈ ട്രിക്ക് വർക്ക് ആവുക. ഗൂഗിൾ പേയിലാണെങ്കിൽ നിങ്ങൾ ട്രിക്ക് വർക്ക് ആവില്ല, Paytmൽ ട്രിക്ക് വർക്ക് ആവില്ല. FonePe ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അതിന് സെറ്റിംഗ്സ് പോയി UPI സെറ്റിംഗ്സ് പോയി കാണാൻ പറ്റും. ആക്റ്റീവ് മോർ UPI ID അവിടെ പോയിട്ട് നിങ്ങൾ കുറച്ച് UPI ID ഉണ്ടാക്കി വെക്കുക, അത് നിങ്ങൾ ആക്റ്റീവ് ആക്കി വെക്കുക. നിങ്ങൾ ആ UPI ID യൂസ് ചെയ്ത് നിങ്ങൾ വിഡ്രോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ UPI IDയിൽ ക്യാഷ് കിട്ടും. എന്നിട്ട് നിങ്ങൾ വേറെ UPI ID ഉണ്ടാക്കുക, അതിൽ വിഡ്രോ ചെയ്യുക. അങ്ങനെ ഓരോ വാട്സപ്പിൽ കോൺടാക്ട് ആയിട്ട് നിങ്ങൾ സെറ്റാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവമുള്ളൂ. ഇതുപോലത്തെ അടിപൊളി ലൂട്ട് വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഇതുപോലത്തെ ലൂട്ട് വീഡിയോസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറക്കുന്ന ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് കോൾ ടെക്കണം, എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം ഇതിന് മികച്ച അടിപൊളി വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ. ബൈ.